ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് അതിൻ്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിന് നല്ല പരിഗണനയാണ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും പട്ടാമ്പിയെ ഒരു ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയായി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട ചില പദ്ധതികളൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഇടം നേടാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാം, പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്റർ നമ്മൾ ആരംഭിച്ചിരുന്നു. അതിന് സ്വന്തമായ 4000-ലധികം വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സ്വന്തമായ ഒരു കെട്ടിട സമുച്ചയം എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. 5 കോടി രൂപയാണ് അതിന് അനുവദിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടാമ്പിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലെടുക്കാനും അവരുടെ ടാലൻറ്റ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന സംവിധാനങ്ങളില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം എന്നുള്ള നിലക്ക് വനിതാ നൈപുണ്യ ഇന്നൊവേഷൻ ആൻഡ് സംരംഭക പാർക്ക് തുടങ്ങുന്നതിന് 5 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാനസമിത്ര എന്ന് പറയുന്ന പട്ടാമ്പിയിൽ നടപ്പിലാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിക്ക് അതിൻ്റെ ഒരു വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഗവേഷകർക്കും ഒക്കെ സഹായമാകുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ 3 പദ്ധതികൾക്കും 20% സാമ്പത്തികാനുമതിയോടുകൂടി ഉടനെ തന്നെ ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ 20 പദ്ധതികളാണ് മൊത്തത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൻ്റെതായിട്ട് ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത്. ഭാവിയിലേക്ക് ദിശാബോധം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാമ്പിയുടെ ആവശ്യമായിട്ടുള്ള പല പദ്ധതികളും അതിലുണ്ട്. അതിൽ IT ആൻഡ് നോളജ് പാർക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം പട്ടാമ്പിയുടെ തൊഴിൽ ഭൂപടത്തിൻ്റെ മാറ്റിവരക്കാൻ കഴിയുന്ന കോഡിങ്, റോബോട്ടിക്സ്, സ്കിൽ ലാബുകൾ, ടാലൻറ്റ് സെൻറ്റർ എന്നുള്ള സംവിധാനങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി ബഡ്ജറ്റിൽ ഇടം പിടിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട സാംസ്കാരിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പട്ടാമ്പിയിലൊരു ടൗൺ ഹാള്. അതോടൊപ്പം തന്നെ നമുക്ക് MTയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള MT തിയേറ്റേഴ്സ്, അതോടൊപ്പം ഹിസ്റ്റോറിക്കൽ ആർക്കൈവ്സ് ആൻഡ് ആർട്ട് ഗാലറി സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് അതും ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും നടപടിക്രമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന മെഡിക്കൽ യൂണിറ്റ് ലാബ് ഒരുക്കുന്നതിനുള്ള പദ്ധതി, അതോടൊപ്പം കാർഷിക മേഖലയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനുള്ള ഒരു വിപണന കേന്ദ്രം എന്നുള്ള നിലക്ക് അങ്ങനെ തുടങ്ങി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ഹെൽപ്പ് ലൈന് പട്ടാമ്പിയിൽ ആരംഭിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചതാണ്. ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ റോഡുകളെല്ലാം നവീകരിച്ചു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫ്ലൈ ഓവറുകളാണ്. അതിനുവേണ്ടി പട്ടാമ്പി ടൗണിലും കൊപ്പത്തും ഫ്ലൈ ഓവറും ബൈപ്പാസും ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് കൊപ്പം പേങ്ങാട്ടിരി റോഡ് അടക്കമുള്ള റോഡുകൾ വീതി കൂട്ടുന്നതിനുള്ള സംവിധാനങ്ങൾ അടക്കം തിരുവേഗപ്പുറയിൽ പുതിയൊരു പാലം അടക്കമുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചതാണ് എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഗ്രാമീണ റോഡുകൾ, വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന ഗ്രാമീണ റോഡുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് ബഡ്ജറ്റിൽ പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ളത്.